ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ സെല്ലോ ടേപ്പോ എന്തെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് വെക്കും. ഞാൻ ഓർക്കും, നേരത്തെയൊക്കെ ഓർത്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഇച്ചിരി വിലക്കുറവിൽ കിട്ടിയതാണ്, നമുക്കത് ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിയുമ്പം കളയാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസൂരാജി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിള്ളേർ സ്കൂളിലും അണ്ണൻ ഓഫീസിലും ഒക്കെ പോയി കഴിഞ്ഞു. വീട് ആകെ ഒന്ന് ശാന്തമായിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു എൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ പൊടി തുടയ്ക്കാനുള്ള എൻ്റെ ആയുധം കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു, പഴയത് കിടന്നത്. അപ്പം ഞാൻ ബെഡിലെ പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കുവാണ്, സൈഡ് ടേബിളിലെ പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കുവാണ്. അത് കഴിഞ്ഞ് ജനലും പൊടി തുടച്ചതിന് ശേഷമാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ആ പൊടിയെല്ലാം വീണ്ടും ആ ബെഡ്ഷീറ്റിലോട്ട് പറ്റത്തില്ലേ. അങ്ങനെ എൻ്റെ ഒരു പൊട്ടധാരണ, പൊടി എപ്പോഴായാലും പറ്റും. പിന്നെ എനിക്ക് ഈ പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഈ പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാകും എനിക്ക്. അതുകൊണ്ടാണ് പൊടി ഞാൻ എപ്പോഴും തുടച്ച് വെക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൊടിയെ നമ്മളാരും ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കാറ്റ് അടിച്ച് എങ്ങനെയായാലും കയറി വരും. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇതൊന്നും വലിയ പണിയല്ലെന്ന് തോന്നാം, പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ സമയമെടുക്കും ചെയ്ത് തീർക്കാൻ തന്നെ. പിന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലായിടവും പോയി ഒന്നിച്ച് വൃത്തിയാക്കത്തില്ല, ഓരോ ദിവസവും ഒരിടം വെച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വൃത്തിയായി കഴിയുമ്പം അത് കാണുമ്പോൾ മനസ്സിനൊരു സുഖമാണല്ലോ, അതെല്ലാം ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ പൊടികളൊക്കെ ഏകദേശം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാനിതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ഇവിടെ കട്ട പിടിക്കും. ഈ ജനലിലൊക്കെ ഇങ്ങനെ പൊടി ഇരുന്ന് കട്ടയാകും, പിന്നെ വൃത്തിയാക്കാനും പാടാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോൾ 1 മാസമായി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത്. ഒരു കോട്ടൺ മിക്സ്, പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു തുണിയാണ്. ഇച്ചിരി വിലക്കുറവിൽ കിട്ടിയതാണ്, നമുക്കത് ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിയുമ്പം കളയാം. ഒരു 599 രൂപയ്ക്ക് കിട്ടിയതാണ്. നല്ല തുണിയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഡിമാർട്ടിൽ കഴിഞ്ഞ മാസം പോയപ്പോഴത്തേന് വാങ്ങില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇതിങ്ങനെ ഒന്ന് കെട്ടിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കാം. ഇടുവാണെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് അവിടെ നിന്ന് ഇറങ്ങിലായിരിക്കും, മെത്തക്കകത്ത് ടൈറ്റ് ആയിരുന്നു. ഇപ്പം ബെഡ്ഷീറ്റൊക്കെ കിട്ടും നമുക്ക് ഇങ്ങനെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചത്. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little. അപ്പം പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവരോ വീട് ഇങ്ങനെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഫോൾ സീലിംഗ് കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഫോൾ സീലിങ്ങിൽ വെക്കല്ലേ. ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ഫോൾ സീലിങ്ങേ വെക്കാവൂ. ഈ ഫോൾ സീലിങ്ങിനകത്തൊക്കെ ഗ്യാപ്പ് ഉള്ളതിനകത്തൊക്കെ പൊടി കീറിയിരിക്കും, നമുക്ക് വൃത്തിയാക്കാനും പാടാണേ. അടുത്തതിനിയും തുണി അലക്കലും തുണി മടക്കി വെക്കലുമാണ്. ഞാൻ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് തുണി മടക്കാനായിട്ട് വന്ന് നിൽക്കുന്നത്. തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആ തുണി അലക്കി കഴിയുമല്ലോ. അപ്പോൾ ഈ തുണി മടക്കലാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാ ദിവസവും തുണി അലക്കിയില്ലെങ്കിൽ ഒരു കുന്നു തുണി കാണും അലക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് തുണി അലക്കാറുള്ളത്. അമ്പു കുഞ്ഞായിരുന്നപ്പോൾ എല്ലാ ദിവസവും തുണി അലക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഇടവിട്ടേ തുണി അലക്കാറുള്ളൂ. പിന്നെ നമുക്ക് അയയുടെ ഒരു ക്ഷാമവും ഉണ്ട്. ഒത്തിരി തുണി ആയിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ അലക്കി ഇടാനുള്ള സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇടവിട്ടാണ് തുണി അലക്കാറുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ ദിവസവും തുണി അലക്കുവോ? ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ തുണി അലക്കാറുള്ളൂ? എങ്ങനെയാ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി എടുക്കട്ടെ. ഒരു കാര്യം കാണിച്ചു തരാമേ. നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരുണ്ടോ? അമ്പൂനെ കൂട്ടുള്ള അമ്പൂവിൻ്റെ പരിപാടി കണ്ടോ? എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ സെല്ലോ ടേപ്പോ എന്തെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് വെക്കും. ഞാൻ ഓർക്കും, നേരത്തെയൊക്കെ ഓർത്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാണുമെന്നൊക്കെ ഓർത്ത് സൂക്ഷിച്ച് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, കുറേ പേപ്പറുകൾ മാത്രം. ഇത് കണ്ടോ, ഒരു ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു തുവാല. അതിനകത്ത് എന്തുവാ? ഒരു സെല്ല്.
പൊതിഞ്ഞെടുത്ത് വെച്ചേക്കുക. പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ എടുത്ത് കളഞ്ഞാൽ ചോദിക്കും അതെന്തിനാ കളഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ കളയത്തില്ല, എടുത്ത് വെക്കും, സൂക്ഷിച്ചെടുത്ത് വെക്കും. കുറച്ച് കളർ കല്ലുകൾ അത് ഞാനൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അത് അവൾ അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് പലയിടത്ത് പൊതിഞ്ഞു കൊണ്ട് വെച്ചേക്കുക. ഇങ്ങനത്തെ പിള്ളേർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം എടുത്ത നൈറ്റിയാണേ. ഇച്ചിരി വലുതാ, ഷോർട്ട് നൈറ്റി ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത ഇച്ചിരി വലിപ്പമുണ്ട് ഇതിന്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്തതാണേ. ഇത് ഇച്ചിരി കൂടെ നല്ലതാണ്, ഇതെനിക്കിഷ്ടമാണ്. ഇത് കറക്റ്റ് വലിപ്പമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഓണക്കോടിയൊക്കെ എടുത്തോ? പിള്ളേർക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള ഓണക്കോടിയൊക്കെ എടുത്തോ? നമ്മളങ്ങനെ ഓണക്കോടിയൊന്നും എടുക്കാറില്ല ഇതുവരെയായിട്ടും. പിന്നെ ഇവിടെ ഇപ്പം രക്ഷാബന്ധനൊക്കെ വരുമല്ലേ, അപ്പം അതിനോട് ഇതായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ തുണിയെല്ലാം മടക്കി കഴിഞ്ഞ് ഇനി അലക്കാൻ പോവാം. അപ്പോൾ തുണി അലക്കി കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പോൾ താഴെ തുണിയൊക്കെ അലക്കി ഇട്ടിട്ടുണ്ടേ. താഴെ ഗൗരി വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. ഇനി താഴോട്ട് ചെല്ലട്ടെ. ഇവിടെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. ചെറിയ മഴയുണ്ടായിരുന്നു രാവിലെ, ഇപ്പം മഴ പോയി. ഇപ്പം ചെറിയ വെയിൽ വന്നു. ഇവിടെ ഒരു അപ്പുറത്തൊരു വീട് പണിതുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ആ ബെഡ്ഷീറ്റും എല്ലാം കൂടെ ബാക്കിയുണ്ടായിരുന്ന തുണിയെല്ലാം അലക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ അമ്പുവും വന്നു കഴിഞ്ഞ് സ്കൂളിൽ നിന്ന്. അപ്പം അമ്പോ ടിഫിൻ എന്തേ? അമ്പുവിന് ഇന്ന് കഴിക്കാൻ ഭിണ്ടി, വെണ്ടയ്ക്കായും കിഴങ്ങും കറിയാണ്, റൊട്ടിയും. അപ്പം ഇന്ന് രാവിലെ അമ്പുവിനും ചേച്ചിക്കും അമ്മ കറിയൊന്നും കൊടുക്കാതാണ് റൊട്ടി കൊടുത്തു വിട്ടത് അല്ലേ? അതെന്താന്ന് വെച്ചാൽ രാവിലെ ഇന്ന് എനിക്ക് നേരത്തെ എഴുന്നേക്കാൻ പറ്റിയില്ല. കണ്ടോ, പക്ഷേ ചീസ് കൂട്ടി കൊടുത്ത് വിട്ട് ഈ സ്പ്രെഡ് കൊടുത്ത് വിട്ടതാണേ. കറിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു പിള്ളേർക്ക് കറിയൊന്നും കൊടുക്കാതെ റൊട്ടി ചീസ് വെച്ച് കൊടുത്തു വിടുന്നത്. പക്ഷേ ഇവർക്കത് ഇഷ്ടമാ. ആണോ? അമ്പു, അപ്പം റൊട്ടി നല്ലതായിട്ട് കഴിച്ചായിരുന്നോ? അപ്പോൾ ഇന്ന് കാണിച്ച് പിന്നെ എന്നിട്ടല്ലോ കുഞ്ഞാ വെണ്ടിക്കറി കൂട്ടി കഴിക്കണേ, ഫുള്ള് റൊട്ടി. ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിപ്പിച്ചേ? ഹിന്ദി, മാത്സ്, പിന്നെ ഇംഗ്ലീഷ്. പിന്നെ ഹിന്ദി ക്ലാസ് ടെസ്റ്റ് ഇടുമെന്ന് പറഞ്ഞു, ഇട്ടായിരുന്നോ? മെസ്സേജ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അത് എല്ലാ ടെസ്റ്റ് കോപ്പി കൊണ്ട് പോയില്ലാത്തതുകൊണ്ട് എല്ലാം പറഞ്ഞത് അത് എല്ലാം മാത്രമേ അവരൊക്കെ എല്ലാ ടെസ്റ്റ് എഴുതണ്ട, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. കൊണ്ടുപോകാത്തവരാരും എഴുതണ്ടെന്ന് പറഞ്ഞു. അതെന്താ കൊണ്ടുപോകാഞ്ഞ? ആരും എഴുതണ്ട. അല്ല, ടെസ്റ്റ് കോപ്പി കൊണ്ടില്ലാത്തവരാരും എഴുതണ്ടെന്ന് പറഞ്ഞു. എഴുതണ്ടെന്നല്ല, എന്തോ എഴുതാൻ തന്നാന്ന് അത് എഴുതണ്ടെന്ന് പറഞ്ഞു. അല്ല, നല്ല ഹിന്ദി കോപ്പി ഇല്ലേ, ഹിന്ദി കോപ്പിനകത്ത് ഇല്ല ആരൊക്കെ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് കോപ്പി കൊണ്ടുവന്ന് അവരെല്ലാം എഴുതണം. പിന്നെ എല്ലാ ടെസ്റ്റ് കോപ്പി കൊണ്ടുവന്നില്ലാത്തത് എല്ലാം ഹിന്ദി കോപ്പിനകത്ത് ന്യൂസ് ആണ് എഴുതിപ്പിക്കുന്നത്. അത് എഴുതണം. ടെസ്റ്റ് കോപ്പി അത് എഴുതുന്ന അവരെല്ലാം അത് എഴുതി കഴിഞ്ഞിട്ട് എല്ലാം ബോർഡിനകത്ത് എഴുതണം. ഓക്കെ, എഴുതി വന്നിട്ട് കറി കൊള്ളാവോ? ഇത് കണ്ടാൽ ഓർക്കുമല്ലോ ഞാൻ എന്തോ പറഞ്ഞു പറയിപ്പിക്കുന്നോട്ടുണ്ടെന്ന്. സത്യം, ലൈറ്റിന് ഒരു മിന്നൽ വന്നല്ലോ. എന്നാ കുഞ്ഞു കഴിക്കേ, അമ്മ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. തമ്പുൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഇത്. ഞാൻ ചോദിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇതെന്തോ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്നെ കാണിച്ചു തരുമോ ഇത് വീർത്ത് വരുമെന്ന്.
അമ്പുനും ഗൗരിക്കും രാവിലെ ടിഫിനകത്ത് കറിയൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ, ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റതെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രിയിൽ 1 മണിയൊക്കെ ആയപ്പോഴത്തേന് ഒരു പശുവിന് പട്ടി ഇട്ട് ഭയങ്കര കടിക്കാനായിട്ട് എന്താണെന്നറിയത്തില്ല, പശു ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് ഞാൻ ഉണർന്ന്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് കിടന്നപ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഉണർന്ന രാത്രിയിൽ പിന്നെ എനിക്ക് ഉറക്കം ശരിയാകത്തില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ കിടന്ന് പിന്നെ കുറേ ഇതായി കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ പിന്നെ എനിക്ക് ഉണരാൻ പറ്റിയില്ല നേരത്തെ. അപ്പം ഒരു 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഇവർക്ക് ഓട്ടോ 7:15 ആകുമ്പോഴത്തേന് വരും. അത്ര നേരം കൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പെട്ടെന്നൊരു പൊറോട്ട ഉണ്ടാക്കി, ചീസ് ഇരിപ്പുണ്ടായിരുന്നു, സ്പ്രെഡ് ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അങ്ങനെ അത് പക്ഷേ ഇഷ്ടമായിരുന്നു. അതിന് ഞാൻ അവർക്ക് കോഴിക്കട്ട ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് കണ്ടല്ലോ, അമ്പു വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത്. ഇവിടെ സ്കൂളിൽ പിള്ളേർക്ക് രാവിലെ 7:15 പോയാൽ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ സ്കൂൾ വിടും. പിന്നെ ഓട്ടോയിലാണ് വരുന്നത്. ഓട്ടോക്കാർ വീട്ടിൽ കൊണ്ടുവിടുമ്പോഴത്തേക്കിന് ഒരു 2:15 ആവും. അപ്പോൾ അമ്പു 2:15 ആയപ്പം വന്നു. അത് കഴിഞ്ഞ് ഞാൻ അമ്പുവിന് കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പം വൈകിട്ടത്തേക്കിന് ഉണ്ടാക്കി വെച്ച കോഴിക്കട്ടയ്ക്കകത്തുനിന്ന് ഞാൻ ഒരു ഗോതമ്പ് കോഴിക്കട്ട ഞാനെടുത്ത് കഴിക്കുക. അപ്പം ഞാൻ കുറച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നേ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.